ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോണത്. ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ ദിവസം. ഇന്ന് എനിക്ക് ഓരോ ദിവസവും ഓരോ മാതിരി ചിട്ടകളായിരിക്കും, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകണവരുള്ളത്, ഓഫീസിൽ പോകണവരുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും ഒരേ ചിട്ടയായിരിക്കും. പക്ഷേ എനിക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിരിക്കും ചെയ്യാനുണ്ടാവുക. പുറത്ത് പോകാണ്ടായ ദിവസം വേറെ ചിട്ടയായിരിക്കും. വീട്ടിലുള്ള ദിവസം ഞാൻ പതുക്കെ എണീക്കുള്ളൂ, വേറെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇന്നിപ്പോൾ പണിക്ക് ആളുള്ളത് കൊണ്ട് നേരത്തെ എണീറ്റ് അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ ചിട്ടയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ മുതൽ ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിട്ടകളാണ് നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ രാവിലെ ഞാൻ എൻ്റെ പ്രഭാത ഇതുകളൊക്കെ കഴിഞ്ഞു, പല്ലിയേക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാപ്പി ഉണ്ടാക്കലാണ് ഞാൻ ആദ്യം ചെയ്യുക. ഞങ്ങൾ രാവിലെ ദിവസവും കാപ്പിയാണ് കുടിക്കാറ്. ചിലർ ചായ കുടിക്കണമെന്ന് പറയണേക്കാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കാപ്പിയാണ് കുടിക്കാറ്. അപ്പോൾ കാപ്പി ഉണ്ടാക്കേണ്ട പരിപാടികളിലേക്ക് പോവുകയാണ് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും ഉച്ചയ്ക്ക് ഊണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതോടുകൂടി തന്നെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഗ്രീൻ പീസാണ് രാവിലെ പുട്ടിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കണത്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ കഴുകി കുക്കറിൽ വെക്കാൻ പോവുകയാണ്. അത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പോയിരുന്നിട്ട് കാപ്പി കുടിക്കാമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഗ്രീൻ പീസ് വെന്ത് കിട്ടുകയും ചെയ്യും. രാവിലത്തെ കാപ്പി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്നിട്ടാണ് കുടിക്കുക. അപ്പോൾ രാവിലത്തെ കാപ്പി ഒന്നിച്ചിരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരുടെ പണിക്കായിട്ട് പോവുക. അപ്പോൾ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഇനി അടിച്ചു വാരലാണ്. ചുറ്റുവട്ടം അടിച്ചു വാരണം. പുറകുവശത്ത് ഒരുപാട് ഇലകളുണ്ടാവും. അത് രാവിലെ മുഴുവനും ആവില്ല. ചിലപ്പോൾ രാവിലെ കുറച്ച് ചെയ്തിട്ട് ബാക്കി വൈകുന്നേരമാണ് ഞാൻ ചെയ്യാറ്.
ഇവിടെ വരണ സമയത്ത് കുറേ അധികം ഇലകളുണ്ടാവും. ഞങ്ങളിവിടെ സ്ഥിരം നിൽക്കാറില്ലല്ലോ. അപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഇടയ്ക്ക് വരണ സമയത്ത് നല്ലോണം പണി ഉണ്ടാവും. ഇത് അകത്ത് വൃത്തിയാക്കണം, പുറത്തും വൃത്തിയാക്കണം. അപ്പോൾ പുറകിൽ കുറേ അധികം ഇലകളുണ്ടാവും. അത് ഞാൻ വൈകുന്നേരമാണ് അധികം ചെയ്യുക. ഫ്രണ്ടിൽ അങ്ങനെ അധികം ഇലകൾ ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ടിൽ രാവിലെ ചെയ്യും, സൈഡിലും രാവിലെ ചെയ്യും. വൈകുന്നേരമാണ് പുറകിലൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഇലകൾ അടിച്ചു കൂട്ടി ഞാനൊരു ഭാഗത്ത് കൂട്ടി വയ്ക്കും. അതൊന്നുമില്ല കത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയതായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി കൃഷിയുടെ കടക്കിൽ പൊത ഇട്ട് കൊടുക്കാം. അപ്പോൾ നനയ്ക്കുമ്പോൾ നമ്മൾ ഈ കരിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലോണം അതിൽ ഈർപ്പം നിൽക്കും ചെടിയുടെ കടക്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇല അടിച്ചു കൂട്ടിയാൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. ഇത് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കണം, പുട്ടുണ്ടാക്കണം, പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ തുടങ്ങണം. ചോറ് ഞാൻ അരി അടുപ്പത്തിടാൻ പോവുകയാണ്. അരി കഴുകി അടുപ്പത്തിട്ടിട്ട് അത് ആ തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കുക ചെയ്യുക ഞാൻ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ അത് വാർത്ത് കഴിഞ്ഞാൽ നല്ല ചോറായിട്ട് കിട്ടും. അടുപ്പ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കത്തിച്ച് വയ്ക്കുകയും വേണ്ട. അതുകൊണ്ട് ഞാൻ അധികവും ഞാൻ ചുമന്ന അരിയാണ് ഉപയോഗിക്കുന്നത്, മട്ട അരി. അപ്പോൾ അത് അധികം അടുപ്പത്തിട്ട് വേവിച്ചാൽ കുറേ ഗ്യാസ് ചിലവാകും. അതുകൊണ്ട് ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് അധികവും ആ ചോറ് വേവിച്ചെടുക്കാറ്. പിന്നെ പരിപ്പ്, സാമ്പാറിന് പരിപ്പിടണം. പയറ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് രണ്ടും ശരിയാക്കണം ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ. പണിക്ക് ആളുള്ളതുകൊണ്ട് അയാൾക്കും ചായ കൊടുക്കണം. അപ്പോൾ പുട്ടും ഗ്രീൻ പീസും ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പുട്ടുണ്ടാക്കണം. ഇനി ഗ്രീൻ പീസ് കറിയും ശരിയാക്കണം. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തിടാൻ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് ഞാൻ പുട്ടും വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെക്കുന്ന പുട്ടിൻ്റെ പാത്രമാണ് എൻ്റെ. മറ്റല്ലാണ്ട് പുട്ടിൻ്റെ മറ്റേ കുടത്തിൽ വെക്കണ പോലത്തെ അല്ല, ഇങ്ങനത്തെ കുക്കറിൻ്റെ മുകളിൽ വെക്കണ പുട്ടിൻ്റെ കുറ്റിയാണ് എൻ്റെ. അതിലാണ് പുട്ട് വെച്ചിരിക്കണത്. പിന്നെ ഇനി സാമ്പാറിന് വറുത്തിടണം, മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. അത്രയും കൂടി ഉച്ചക്കത്തെ പണി ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാ പണികളും ഏകദേശം ഒതുക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ കഴിക്കാനിരുന്നത്. അപ്പോഴത്തേക്കും രാവിലെ ഏകദേശം ഒരു 9-9:30 ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് കുളിക്കാനും തിരുമ്പാനിടാനൊക്കെ. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പണിക്കാരനുള്ള ചായ കൊടുക്കണം. പിന്നെ അങ്ങനെ ബാക്കി പണികളൊക്കെ ഉണ്ട്.
അപ്പോൾ ക്ലീനിങ്ങിൻ്റെ പണിയാണ്. അടുപ്പൊക്കെ തുടച്ച് പാദ്യമ്പുറമൊക്കെ തുടച്ച് വൃത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് സമാധാനമായി. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനായിട്ട്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ച വരെയുള്ള ചോറും കൂട്ടാനും സാമ്പാറും മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയത്. പണികളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പണി തിരുമ്പാനിട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിയും കഴിഞ്ഞു. ഇനി മുറ്റത്ത് കുറച്ച് ചെടികളുടെ പണിയുണ്ട്. പണിക്കൊരാൾ വന്നിട്ടുണ്ട്. അയാളുടെ കൂടെ നിന്നിട്ട് ഉച്ച വരെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ചട്ടിയും ചെടികളൊക്കെ ഒന്ന് ശരിയാക്കണം. ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ചെടികളുടെ ഇടയിലൊക്കെ നിറയെ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണിക്ക് വന്ന ഉണ്ണികൃഷ്ണൻ പറയുകയാണ്, ഇന്നിപ്പോൾ ചെടിയുടെ പണിയൊന്നും നടക്കില്ല, അയാളുടെ പണികൾ മുഴുവനൊന്നും കഴിയില്ല എന്ന്. അപ്പോൾ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് മുഴുവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെടികളുടെ ചട്ടിയിലുണ്ടായിരുന്ന ഇലകളും കാര്യങ്ങളും ഈ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കുമായിരുന്നു. ചില സമയത്ത് എനിക്ക് സമയം കിട്ടുള്ളൂ. വെയിൽ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ചെയ്തത്. വെയിലത്താണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, വൈകുന്നേരങ്ങളിലേ ചെയ്യാറുള്ളൂ. ഏതായാലും ഞാൻ തുടങ്ങിയില്ലേ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികൾ വെയിലുള്ളപ്പോൾ ഇട്ടാൽ മാത്രമേ ഉണങ്ങുള്ളൂ. ഇത് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് അധികം വെയിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം എല്ലാം തിരുമ്പിയിട്ട് അപ്പോൾ തന്നെ കൊണ്ടിടും.
ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ദിവസത്തെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഈ കാണിച്ച കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ജോലികളുണ്ടാവും. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വീഡിയോ കുറേ നീണ്ടുപോകും. പിന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ചെയ്ത ചില കാര്യങ്ങളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് കുക്ക് ചെയ്തത്. രാവിലെ ഗ്രീൻ പീസിൻ്റെ കറിയും പുട്ടുമായിരുന്നു, ഉച്ചയ്ക്ക് സാമ്പാറും മെഴുക്കുവരട്ടിയായിരുന്നു, പയർ മെഴുക്കുവരട്ടിയും. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ചിലതിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അധികം എടുത്തില്ല, ബാക്കിയുള്ള വീഡിയോകളാണ് കുറച്ചെടുത്തത്. എന്തെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എനിക്കൊരാഗ്രഹം, എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ഇടണം കാണാം. അപ്പോൾ അതുപോലെ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്, ശരിയായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ശരിയാവായി ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ